എല്ലാവർക്കും നമസ്കാരം. ഈ കണക്റ്റ് എന്നത് നല്ലൊരു ആശയമാണ്, പക്ഷേ അത്രയൊന്നും എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരാശയവുമല്ല. മിർസ ഖാലിബ് എന്ന് പറയുന്ന ഉറുദു കവിയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ഇരിക്കാൻ കുറച്ചു കാലം അനുവദിക്കണേ. നിന്നോടൊപ്പം ചിലവഴിക്കാൻ മരണശേഷവും എനിക്ക് സമയമുണ്ടല്ലോ എന്നാണ്. അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അവരുടെ ബിസിനസ് റിവ്യൂ ജേണൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് അടുത്ത കാലത്ത് ഒരു പതിപ്പ് തന്നെ ഇറക്കിയിട്ടുള്ളത്. ആ വിഷയം നമ്മൾ സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവർ കൈകാര്യം ചെയ്ത വിഷയം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയാണ്. അവർ കൈകാര്യം ചെയ്ത വിഷയം സൗഹൃദ മാന്ദ്യം എന്നൊരു ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു ഈ മൈത്രി ഭ്രംശം അല്ലെങ്കിൽ പാരസ്പര്യത്തിൻ്റെ തകർച്ച ഇതൊക്കെ ഈ കേരളം എന്ന ഇട്ടാവട്ടത്ത് മാത്രമുള്ള സംഭവമൊന്നുമല്ല. ഇതൊരു ആഗോള പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇന്ന് മാരകമാം വിധം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അത് തിരിച്ചറിഞ്ഞ മനുഷ്യർ ലോകത്തെവിടെയും ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിന് സൂചകമാണ് ഈ ജേണൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ലക്കം. അതിൽ പറയുന്നത് ലോകത്താകമാനം ഏറ്റവും ആത്മാർത്ഥമായ അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളുടെ മാന്ദ്യം ഭീകരമായിരിക്കുകയാണ്. മനുഷ്യൻ ഈ സൗഹൃദാവസ്ഥയിൽ പാട് കഴിഞ്ഞ മനുഷ്യനൊക്കെ ഇപ്പോൾ അത് ഒറ്റപ്പെട്ട് വെറും തുരുത്തുകളായിട്ട് അവനവൻ മാത്രമായിട്ട് എത്തി നിൽക്കുന്ന ഇടങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ് എന്ന് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യപരമായിട്ടുള്ള ഒറ്റപ്പെടൽ, നമ്മളൊരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും പലപ്പോഴും സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ ഇന്നത്തെ മനുഷ്യൻ അനുഭവിച്ചു വരികയാണ്. ഇതിൻ്റെ ഫലമായിട്ട് മനുഷ്യനെ മാനസികമായിട്ടും ഹൃദ്രോഗം, ക്യാൻസർ, മസ്തിഷ്കാഘാതം തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങളും ഇത്രയും മാരകമാം വിധം മനുഷ്യനെ ആക്രമിക്കാൻ ഒരു കാരണമായി തീരുന്നത് സാമൂഹ്യപരമായിട്ടുള്ള മനുഷ്യൻ്റെ ഈ ഒറ്റപ്പെടലുകളാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അടക്കം അവരുടെ സിലബസിൽ സൗഹൃദം ഒരു പാഠ്യപദ്ധതിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുന്നുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഇന്നലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയ കവിയായ KGS അദ്ദേഹം എഴുതിയിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതുകയാണ്. ആ കവിത ഇങ്ങനെയാണ്, അഭിമുഖം എന്നാണ് ആ കവിതയുടെ പേര്. അതിലൊരു പത്രക്കാരൻ കവിയോട് ചോദിക്കുകയാണ്, ആരെയാണ് ഏറ്റവും ഇഷ്ടം? ആരെയാണ് ഏറ്റവും ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ എന്നാണ്. അത് കഴിയുന്നില്ല. അപ്പോൾ ഈ നമ്മൾ എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് ഞാൻ എന്നൊരവസ്ഥയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലമാണെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മളെ മറച്ചു പിടിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ ഉപയോഗത്തിലുള്ള ഒരു വാക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ സെൽഫി എന്നാണ്. എന്താ സെൽഫി? ഞാനൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഞാൻ ഇത്രയും നാൾ എൻ്റെ ക്യാമറകൾ മുഴുവൻ എൻ്റെ മുന്നിലുള്ള മനുഷ്യരിലേക്കും കാഴ്ചകളിലേക്കും ചരിത്ര നിമിഷങ്ങളിലേക്കും മുഹൂർത്തങ്ങളിലേക്കൊക്കെ തിരിച്ചു പിടിച്ച എൻ്റെ ഈ ക്യാമറ ഈ കാലം എത്തുമ്പോൾ ഞാൻ തിരിച്ചു പിടിക്കുന്നത് റിവേഴ്സായിട്ടാണ്. എൻ്റെ ഫോക്കസ് പോയിന്റ് മാറുകയും നമ്മൾ എന്ന ഇടത്ത് നിന്ന് ഞാൻ എന്ന ഇടത്തിലേക്ക് ഇത് റിവേഴ്സ് പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയാണ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒന്നോ രണ്ടോ ആൾ മാത്രം എന്ന ഇടത്തിലേക്ക് ഇതിങ്ങനെ ചുരുങ്ങി വരികയാണ്. ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. നമ്മുടെ സൗഹൃദങ്ങളെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കൂട്ടിരിപ്പ് അവസ്ഥകളെ തിരിച്ചു പിടിക്കുക. ഇതെങ്ങനെ പിടിക്കും എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവരുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ എല്ലാ വർഷവും അവരൊരു പുതിയ വാക്ക് സംഭാവന ചെയ്യാറുണ്ട്. ഓരോ പുതിയ വാക്കുകൾ. ആ വാക്കാവട്ടെ ലോകത്തിൽ ആകമാനം വ്യവഹാരത്തിലുള്ള ജീവിതങ്ങളെ ആകെ മൊത്തം ടോട്ടലായിട്ട് ഇങ്ങനെ പറയാം പ്രതിനിധീകരിക്കുന്ന ഒരു വാക്ക് കൂടിയായിരിക്കും.
2016 അത് പോസ്റ്റ് ട്രൂത്ത് എറ, സത്യാനന്തര കാലം എന്നൊരു വാക്കായിരുന്നു. നമ്മൾ കുറേ കാലമായിട്ട് ആ ഒരു വാക്കിലിട്ട് കളിയായിരുന്നു. എല്ലാ സമ്മേളനങ്ങളിലും സെമിനാറുകളിലും എഴുത്തിലൊക്കെ ഈ വാക്ക് കടന്നു വന്നു. കാരണം നമുക്കറിയാം എന്താണ്, ചെറിയൊരു കാര്യത്തെ പോലും എന്താണ് ചെറിയ നുണകളൊക്കെ സത്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അത് പരാമർശിക്കുന്നത്. 2017 ഫേക്ക് ന്യൂസ് എന്നൊരു വാക്കാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അവതരിപ്പിച്ചത്. ഫേക്ക് ന്യൂസിൽ എന്ന് പറഞ്ഞാൽ ഈ നുണ പ്രചരണം കൊണ്ട് കള്ള വാർത്തകൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ വല്ലാത്തൊരു അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നു. എന്നാൽ പോയ വർഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു വർഷം പുതുതായി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വാക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു വാക്കാണ്. അത് ബ്രെയിൻ റോട്ട് എന്നൊരു വാക്കാണ്. ROT, ബ്രെയിൻ റോട്ട് എന്നാണ്. ഞാനിതിൻ്റെ മലയാളം തിരഞ്ഞപ്പോൾ എനിക്ക് ഒറ്റ വാക്ക് കിട്ടിയത് മസ്തിഷ്ക ചീയൽ എന്നാണ്. നമ്മുടെയൊക്കെ ലോക ജനതയുടെ മസ്തിഷ്കത്തെ ഒരു ജീർണത ആവാഹിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വരുന്നു എന്നും കൂടി അവർ പറയുന്നുണ്ട്. നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഉപരിപ്ലവമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അത് കാഴ്ചയും കേൾവിയും എഴുത്തും എല്ലാമായിട്ട് നമ്മുടെയൊക്കെ മസ്തിഷ്കങ്ങളിലേക്ക് ഇങ്ങനെ വന്നടിയാണ്. ഇങ്ങനെ ഡസ്റ്റ്ബിൻ പോലെയാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഒരു ഡസ്റ്റ്ബിൻ പോലെ, ഏറ്റവും വൃത്തികെട്ട ഒരിടത്തെ ഒരു ഡസ്റ്റ്ബിൻ പോലെ ഒട്ടും ആവശ്യമില്ലാത്ത അനാവശ്യമായ അനേകം കാര്യങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ഇങ്ങനെ വന്ന് നിറയുകയും ഒരു ജീർണാവസ്ഥയിലേക്ക്, നമ്മളെല്ലാം ഒരു ഡസ്റ്റ്ബിന്നിൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങനെ ചുരുങ്ങിപ്പോവുകയും ചെയ്യാണ് എന്നാണ് പറയുന്നത്. ഇത് ഇവിടുത്തെ മാത്രം കാര്യമല്ല, എവിടത്തെയും കാര്യമായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒക്കെ ഒരു ദിവസം നമ്മളിൽ വിസർജിക്കുന്ന, ആ വാക്കാണ് ഏറ്റവും യോജ്യം തോന്നുന്നു, വിസർജിക്കുന്ന വിഷങ്ങളുടെയും അലിഞ്ഞ ഈ ശവശരീരങ്ങളുടെയും ഒക്കെ അംശങ്ങൾ എത്ര മാത്രമാണെന്ന് നേരം വിട്ട് ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് നമുക്കറിയാം. ഉറങ്ങുമ്പോൾ പോലും ചിലർക്ക് ഉറക്കം പോലും പോകുന്നത് ഈ ജീർണതയും പേറി നമ്മൾ ഉറങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ സത്യത്തിൽ ഈ ബ്രെയിൻ റോട്ട് എന്നുള്ള ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മളെ മോചിപ്പിക്കുമെന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഓരോ മനുഷ്യനും എത്തിച്ചേരേണ്ടത് എന്നൊരു സൂചന കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സമൂഹത്തെ മോചിപ്പിക്കുകയല്ല ആദ്യം വേണ്ടത്, ഈ ഒരു ജീർണാവസ്ഥയിൽ നിന്ന് ഓരോ മനുഷ്യനും അവനവനെ മോചിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഏർപ്പെടുക. അങ്ങനെ ഏർപ്പെടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക്, സൗഹൃദത്തിലേക്ക്, പാരസ്പര്യത്തിലേക്ക്, കൂടിച്ചേരലുകളുടെ ഇടങ്ങളിലേക്ക് ഒക്കെ നമ്മൾ അറിയാതെ നമ്മളെ തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അതാണ് മൈത്രിയെ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് തോന്നുന്നു. എനിക്കൊരു കാര്യം ഇരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ മൈത്രിയെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്കൊന്ന് പതുക്കെ ഇങ്ങനെ നോക്കി. ഇവരല്ല, ഇപ്പോൾ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോയി തോന്നുന്നു കുറച്ച് നേരത്തെ. എന്താ രസം എന്ന് പറഞ്ഞാൽ അവിടെ ഏതോ ഒരു ചേച്ചി ഒരു പ്ലാസ്റ്റിക് കവർ നിറയെ ഈ പറയുന്ന എന്തോ ഒരു പലഹാരം കൊണ്ടുവന്നിട്ട് അവർ തൊട്ടടുത്താക്കി കൊടുത്തു. കട്ട്ലറ്റോ മറ്റാണെന്ന് തോന്നുന്നു. ഒരുപാട് കട്ട്ലറ്റ് ഒരു പാക്കറ്റിൽ കൊണ്ടുവന്നിട്ട് തൊട്ടടുത്താക്കി കൊടുത്തു. അവരതിൽ നിന്നെടുത്തു, അവർ പാക്കറ്റ് മേടിച്ച് അപ്പുറത്ത് അവർക്ക് കൊടുത്തു, അവരൊന്നും എടുത്തു. ഇങ്ങനെ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ അത് തീർന്നുപോയി. തീരാനായപ്പോൾ തന്നെ പിന്നെ ഇവരുടെ കൊടുക്കലിൻ്റെ സ്പീഡ് കുറഞ്ഞു. എങ്കിലും അവസാനത്തെ എണ്ണം വരെ കൊടുത്തപ്പോഴാണ് അവസാനത്ത് കിട്ടിയ ആൾ പെട്ടെന്ന് അടുത്ത ആൾ നോക്കി. കാരണം അവർക്ക് കൊടുത്തിട്ടില്ല. ഉടനെ അവർ ചെയ്തൊരു കാര്യം, ഇത് രണ്ടായി പൊട്ടിച്ചിട്ട് ഒന്ന് അവർക്ക് കൊടുത്തു, പാതി അവർക്ക് കൊടുത്തു. പെട്ടെന്ന് അവർ നോക്കുമ്പോൾ തൊട്ടടുത്താക്കി കിട്ടിയിട്ടില്ല. ആ കിട്ടിയ പാതിയിൽ നിന്നും പൊട്ടിച്ചിട്ട് എന്താണ് തൊട്ടേ അടുത്തേക്ക് കൊടുത്തു. ഇതാണ് മൈത്രി. ഇത്രയും മൈത്രി ഉണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ നിറമോ ഭാഷയോ ഒന്നുമല്ല നമ്മളെ അകറ്റുന്നത്. നമ്മുടെ ഉള്ളിലെ ഈ പ്രകാശങ്ങൾ അണഞ്ഞു പോകുന്നെടുക്കുന്ന നമ്മൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മുടെ മൈത്രിയുടെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള തെളിച്ചമുണ്ടാകുന്നത്. ആ തെളിച്ചങ്ങളിലേക്ക് ഈ കണക്ട് ചെയ്യാൻ ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.